ഓം ശാന്തി. പലപ്പോഴും പരിശ്രമിച്ചിട്ടും പലർക്കും ധനികന്മാരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം അവർക്ക് സ്വയം ഞാൻ ധനികനാകാൻ സാധിക്കും എന്ന് അറിയാത്തതുകൊണ്ടാണ്. കുട്ടിക്കാലം മുതൽ പലരുടെയും വിശ്വാസം അധികം പൈസ നല്ലതല്ല, വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണരുത്, വിരുപ്പിന്റെ വലിപ്പത്തിലേ വിരിഞ്ഞു കിടക്കാവൂ. ഇത്തരത്തിൽ പലവിധ വിശ്വാസങ്ങളുടെ ആധാരത്തില് മനുഷ്യന്മാര് ധനം ചേരുന്നതല്ല എന്നോ എനിക്ക് വേണ്ടതാണ് എന്നോ അഥവാ എനിക്കത് ആർജിക്കാനാകുമെന്നോ ധനം ആർജിക്കുന്നതും കയ്യിൽ വരുന്നതും ഒരു ശരിയായ കാര്യമാണ് എന്നോ ഒന്നും വിചാരിക്കാത്തത് കൊണ്ടാണ് അവരുടെ കയ്യിൽ പൈസ വരാത്തത്. ധനികര് മോശമാണ്, ഒരുപാട് ധനം കയ്യിൽ വന്നാൽ പല പാപവും ചെയ്യും, ഇത്തരത്തിലുള്ള പല മിഥ്യാധാരണകളും സ്വന്തം മനസ്സിൽ വെച്ചു പുലർത്തുന്നത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും അവരുടെ സങ്കല്പത്തിൽ നിന്ന് ധനത്തെ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് അവർക്ക് ധനം ആർജിക്കാൻ പറ്റാത്തത്. എന്നാലോ അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ രാവിലെ മുതൽ രാത്രി വരെ നടു ഒടിഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ഒത്തിരി കഠിന പരിശ്രമം ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും അവർ മനസ്സിൽ വിചാരിക്കുന്നത് പൈസയാണ് എല്ലാ പ്രശ്നത്തിനും ആധാരം എന്നാണ്. ആ ചിന്ത കൊണ്ട് തന്നെ എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലും വേണ്ടത്ര രീതിയിൽ അതിനൊരു പ്രതിഫലത്തിൽ എത്തിക്കാനായി അവരെ കൊണ്ട് സാധ്യമല്ല. ധനം അവരിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. എന്നാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അസുഖം വന്നാലേ ധനം മോശമാണെന്ന് പറയുന്നവര് ഏതെങ്കിലും പാവപ്പെട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്, നല്ല സുഖ സൗകര്യങ്ങളുള്ള ചികിത്സാ സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം തന്നെയാണ്. അതായത് ധനമില്ലാതെ ചികിത്സയ്ക്ക് ചെലവില്ലാതെ ചികിത്സ നടത്താനാവില്ല. ആവശ്യം വരുമ്പോൾ ധനം വേണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ധനം ആർജിക്കുന്നത് തെറ്റായ സ്വഭാവമാണ് എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടും അവരുടെ അടുത്ത് പൈസ വന്നു ചേരാതിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരം ചിന്താധാര ആരുടെ മനസ്സിലുണ്ടോ അവരൊരിക്കലും തന്നെ തൻ്റെ ധനം വർദ്ധിപ്പിക്കണം എന്ന ഒരു തീരുമാനം എടുക്കില്ല എന്നതാണ് രണ്ടാമത്തെ കാരണം. എന്തെങ്കിലും രീതിയിൽ ധനത്തിൻ്റെ വർധന ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ആണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണം, അതിന് വേണ്ടതായിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്ക് എന്താണെങ്കിൽ പഠിക്കണം, അതിന് വേണ്ടതായിട്ടുള്ള സ്കിൽ എന്താണെങ്കിൽ ഡെവലപ്പ് ചെയ്യണം, അതിന് വേണ്ട ട്രെയിനിങ്ങുകൾക്കോ ക്ലാസ്സുകൾക്കോ കോച്ചിങ്ങിനോ വേണ്ടി പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊക്കെ ഇതൊന്നും ഇല്ലാതെയും ഞാൻ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ടല്ലോ, ഇപ്പം അതിൻ്റെയൊക്കെ ആവശ്യം എനിക്ക് എന്താ ഉള്ളത്, ഇങ്ങനെയുള്ള വിചാരധാര കൊണ്ട് അവരെന്നും ആ നിന്ന നിലയിൽ നിന്ന് മാറാതെ പോവുകയാണ്. ഞാൻ ഓർമ്മിക്കും, 20 വർഷമായിട്ട് ഒരു കുഞ്ഞു പെട്ടിക്കട ഒരു മൂലയിൽ വഴിയുടെ മൂലയ്ക്ക് വെക്കുകയും അതിൽ സ്റ്റാമ്പും എല്ലാ സാധനവും കൊണ്ടുവയ്ക്കുകയും ഇന്നും 20 വർഷം മുന്നേ ഞാൻ കാണുമ്പോഴും ഇപ്പോഴും അതേ പെട്ടിക്കട, അതേ വരുമാനം, അതേ സ്റ്റൈലിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ആളുടെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഈ കടയിൽ നിന്ന് നല്ലൊരു ഷോപ്പാക്കി മാറ്റി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാക്കി ആ രീതിയിൽ വർദ്ധിച്ചു പോകാൻ വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് എടുക്കാനോ പഠിക്കാനോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അവർ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ എത്തിപ്പെടാത്തത്. അതുകൊണ്ട് ധനം എനിക്ക് വേണം എന്ന് നിങ്ങൾ തീരുമാനമെടുക്കും വരെ ധനം നിങ്ങളടുത്ത് എത്തിച്ചേരില്ല എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, എപ്പോഴും നാളെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളെ മാറ്റിവെക്കുന്നവർക്ക് ഒരിക്കലും അവർ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ഒരു ദിവസം നാളെ 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 നീണ്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് നാളേക്ക് വെക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ളതല്ല. അതുകൊണ്ട്
ബുദ്ധിവാന്മാർ എപ്പോഴും പറയുന്നത് നാളത്തെ കാര്യം കൂടെ ഇന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, കുറച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആ ഒരു സ്വഭാവം നിങ്ങളോട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനുള്ള കാരണം അവരെപ്പോഴും പറയുക, എനിക്ക് കുറച്ചുകൂടെ അത് വേണം ഇത് വേണം എന്നൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഇത്തരത്തില് സ്വന്തം കർമ്മത്തിൽ മടി കാണിക്കുമ്പോഴാണ് അവർ TV കണ്ട് സമയം ചെലവഴിക്കുകയായിരിക്കും, പാട്ട് കേട്ട് സമയം ചെലവഴിക്കുകയായിരിക്കും, ആളുകളൊക്കൊപ്പം ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം ചെലവഴിക്കുകയായിരിക്കും. പക്ഷേ ഒരിക്കലും അവരവരുടെ സമയത്തിന് പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കില്ല. അതുകൊണ്ട് എനിക്ക് ധനം വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നല്ല ഒരു ജീവിതം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാളത്തെ കാര്യം ഇന്ന് ചെയ്യാനും ഇന്ന് ചെയ്യേണ്ട കാര്യത്തെ ഇപ്പോൾ ചെയ്യാനും വേണ്ടി നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. നാലാമത്തെ കാര്യം, ആരാണോ ധനം സമ്പാദിക്കാൻ വേണ്ടി അഥവാ ധനികനാവാനുള്ള മോഹം വെക്കാത്തത്, അവർ തീർച്ചയായിട്ടും ഏതെങ്കിലും വിമർശനത്തിന് പേടിക്കുകയാണ്. ഇത് വിട്ട് ഞാൻ മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ എന്തിനു പോയി എന്ന് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമോ എന്നുള്ള ഭയം, അഥവാ കുട്ടിക്കാലത്ത് ചെയ്തു പോയ ഏതെങ്കിലും ഒരു കാര്യം ജയിക്കാതിരിക്കുമ്പോൾ അതിന് കേൾക്കേണ്ടി വന്നതായിരിക്കുന്ന വിമർശനത്തിൽ നിന്ന് അവരുടെ മനസ്സുണ്ടായി പോയതായിരിക്കുന്ന ഭയം, അഥവാ ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ അത് ശരിയായില്ല എങ്കിൽ എന്തു ചെയ്യും എന്നതായിട്ടുള്ള അവരുടെ സ്വയം അവനവനുള്ളതായിരിക്കുന്ന സംശയം, അതുകൊണ്ടുണ്ടാകുന്ന ഭയം, അഥവാ ആ കാര്യം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരിക്കുന്ന അവനവനിലെ വിശ്വാസക്കുറവ്, ഇത്തരത്തിലായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർ ഭയത്തെ, ഒരിക്കലും തോൽവിയെ ഭയപ്പെടുന്ന ആൾക്ക് വിജയം നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തോൽവിയെ ഭയപ്പെടാതെ തെറ്റുകളിൽ നിന്ന് ശരി പഠിക്കാനാകും എന്ന വിശ്വാസത്തോടുകൂടി തൻ്റെ കർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഭയമില്ലാതാക്കാൻ സാധിക്കും. വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള ലക്ഷ്യം നേടാനും ആവശ്യാനുസാരം ലക്ഷ്യത്തിലുള്ളതായിരിക്കുന്ന അത്രയ്ക്ക് ഹൈറ്റ്സിൽ എത്തിച്ചേരാനും അവർക്ക് സാധിക്കും. അതുപോലെ അഞ്ചാമത്തെ പോയിന്റ്, അവരൊരിക്കലും പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനായി തയ്യാറാവാത്തതാണ്. അതുകൊണ്ട് പഠനം എന്നുള്ളതാണ് മുന്നോട്ട് പോകാനുള്ള മാർഗം. എന്നും ഒരേ കാര്യം ചെയ്യുന്നവർക്ക് എന്നും ഒരേ റിസൾട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് പുതിയതെന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവണം. അതിന് പഠിക്കാനുള്ളതായിട്ടുള്ള കുട്ടിയുടെ മനോഭാവം നമ്മുടെ ഉള്ളിലെ കുട്ടീനെ ഉണർത്തണം. എന്നും പഠിക്കണം. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആഗ്രഹിക്കുന്ന പോലെ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നേടാൻ സാധിക്കുന്നതാണ്. ഓം ശാന്തി.